എൻ്റെ പേര് ഡോക്ടർ ശരണ്യ രാജൻ, ദന്തൽ സർജൻ. ഇന്ന് സംസാരിക്കുന്നത് പല്ലെടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായി പല്ലെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ആ ചെയറിൽ നിന്നും എണീക്കരുത്. പോസ്റ്ററൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം പതുക്കെ മാത്രം എണീക്കുക. പല്ലെടുത്ത ഉടനെ ഡെൻറ്റിസ്റ്റ് നമുക്ക് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഗോസ് ക്ലോത്ത് ആ എടുത്ത ഭാഗത്ത് കടിച്ചു പിടിക്കാൻ തരും. അത് മിനിമം 30 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ കടിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അനസ്തേഷ്യ തന്നാണ് പല്ലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ട്, നാക്ക് എല്ലാം മരവിച്ചിരിക്കും. അതുകൊണ്ട് അത് കടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ഈ പല്ലെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടും സലൈവ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഒരിക്കലും നമ്മളെപ്പോഴും തുപ്പി കളയാതെ ആ സലൈവ നമ്മൾ സ്വാളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പല്ലെടുത്ത ദിവസം ഒരു കാരണവശാലും കുലുക്കി തുപ്പുകയോ കാർക്കിച്ച് തുപ്പുകയോ ചെയ്യരുത്. പല്ലെടുത്ത് അരമണിക്കൂറിന് ശേഷം നമുക്ക് തണുത്ത ആഹാരം കഴിക്കാവുന്നതാണ്. ഐസ്ക്രീം, ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ കുടിക്കാം. ജ്യൂസ് ഒരിക്കലും സ്ട്രോ ഉപയോഗിച്ച് കുടിക്കരുത്. എപ്പോഴും ഗ്ലാസ്സിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി ആ ദിവസം മുതൽ ഒരു മിനിമം 5 ദിവസമെങ്കിലും പല്ലെടുത്തതിന് ശേഷം സ്മോക്കിംഗ് നിർത്തിവെക്കേണ്ടതാകുന്നു. ഇനി പല്ലെടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് സ്വെല്ലിംഗ് അഥവാ നീര് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐസ് പാക്കുകൾ ഉപയോഗിക്കാം. ഐസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഒരു 2 മിനിറ്റ് 30 സെക്കൻഡ് ഐസ് പാക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പല്ലെടുത്ത ദിവസം എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ചൂടുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പല്ലെടുത്ത് 2 ദിവസത്തിന് ശേഷം സലൈൻ ഗാർഗിൾ ചെയ്യാവുന്നതാണ്. പല്ലെടുത്ത് കഴിയുമ്പോൾ ഡോക്ടർ തരുന്ന മെഡിസിൻസ്, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ചാൽ പല്ലെടുത്ത ദിവസം നമുക്ക് ബ്രഷ് ചെയ്യാവോ എന്നതാണ്. തീർച്ചയായിട്ടും ആ ദിവസം രാത്രി നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുക. അതുപോലെ ആ പല്ലെടുത്ത ഭാഗത്ത് ബ്രഷ് ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ബ്രഷ് ചെയ്യാൻ. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 5 മുതൽ 6 ദിവസം 7 ദിവസത്തിനകം തന്നെ ഡോക്ടറെ കണ്ട് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള ഒരു ഹീലിംഗ് നടന്നു എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. പ്രോപ്പറായ ഹീലിംഗ് നടന്നതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പകരം ഒരു പല്ല് ഡോക്ടറെ കണ്ട് ഏത് പല്ലാണോ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് അത് വെച്ച് വെക്കേണ്ടത്. അത് ഇംപ്ലാന്റ് ആവാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് ആവാം. അതുകൂടി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്യാപ്പ് അടയ്ക്കണമെന്നതാണ് ഉചിതം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പല്ലെടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ ഒരു പ്രോപ്പർ ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.